നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് 2024 ഡിസംബർ മാസം 31 ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. ചൊവ്വാഴ്ച ദിവസത്തെ മലയാള തീയതി 1200 ആണ്ട് ധനുമാസം 16 ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം 10 സൂര്യോദയം രാവിലെ 6:38 അസ്തമയം വൈകുന്നേരം 6:08 തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി ചൊവ്വാഴ്ച ദിവസം രാത്രി 10:28 വരെ ഉണ്ടായിരിക്കും. പിന്നീട് വന്നു ചേരുന്ന തിഥി എന്ന് പറഞ്ഞാൽ ദ്വിതീയ തിഥിയാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി 11:59 അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 12:05 അഥവാ ബുധനാഴ്ച 5 AM എന്നുള്ള സമയത്താണ് പൂരാട നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണ്. തിങ്കളാഴ്ച രാത്രി 11:59 മുതൽ ചൊവ്വാഴ്ച രാത്രി 12:05 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാട നക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരമായ പ്രത്യേകത, ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ജ്യോതിഷപരമായ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അവരുടെ അഷ്ടമത്തിൽ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. ചൊവ്വ ബലവാനായിരുന്നെങ്കിൽ വളരെ ദോഷം വന്നു പോയേനെ. നീചനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ജനിക്കുന്ന കുട്ടിക്ക് വലിയ കോപമോ ദേഷ്യമോ അല്ലെങ്കിൽ മറ്റ് ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ, അതായത് പൂരാട നക്ഷത്രത്തിൻ്റെ 12 ബുധൻ നിൽക്കുന്നു. അനഭായോഗം എന്ന് പറയുന്ന രാജയോഗം വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ അത് വന്നു ചേരത്തില്ല. കാരണം ചന്ദ്രന് ബലമില്ലാത്തതുകൊണ്ടാണ്. അനഭായ രാജയോഗം എന്ന് പറയുന്ന രാജയോഗമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വശവും കൂടിയുണ്ട്, അത് അറിഞ്ഞുകൊള്ളുക. പിന്നെ 3 ശനിയും ശുക്രനും നിൽക്കുന്നു. അപ്പോൾ 3-ാം ഭാവത്തിൽ ശനിയും ശുക്രനും നിൽക്കുന്നത് അവർക്ക് കേന്ദ്രഭാവത്തിലല്ല എങ്കിലും വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതും അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇനി ഇത് ചന്ദ്രനാലുള്ളതാണ്. ലഗ്നം വെച്ച് നോക്കുമ്പോൾ ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുള്ള രാജയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നേട്ടമായിട്ട് വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരുകൊള്ളുക. ഇനി നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്ന ഒരു വിഷയം, ഈ ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ്, പൂരാട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതാണല്ലോ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്നൊരു കാര്യം. അപ്പോൾ പൂരാട നക്ഷത്രപ്രകാരം ഈ ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറയാം. അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം എന്നീ നാളുകാർക്ക് പൂരാട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക മുക്കാല്, മകരം 2 പാദം നാളുകാർ, അതായത് ഇടവക്കുൾപ്പെട്ട മകരം 2 പാദം, രോഹിണി, തൃക്കേട്ട, വിശാഖം, ചിത്തിര ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും, സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 8:08 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 2:08 മുതൽ 3:38 വരെയുള്ള സമയം ശുഭസമയമാണ്. നിങ്ങൾ കലണ്ടറിൽ നോക്കുമ്പോൾ രാഹു 3 മുതൽ 4:30 വരെ എന്നാണ് ചൊവ്വാഴ്ച ദിവസം കാണുന്നത്. പക്ഷേ ഉദയ സമയപ്രകാരം അതിന് മാറ്റം വരും. കാരണം ഇപ്പോൾ രാവിലെ സൂര്യോദയ സമയം എന്ന് പറഞ്ഞാൽ 6:38 സൂര്യോദയം 6 മണി എന്നുള്ള കണക്കിലാണ് ഈ രാഹു ഗുളിക സമയമൊക്കെ ഈ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. കലണ്ടർ ഞാനിതിനു മുമ്പൊക്കെ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കലണ്ടർ തയ്യാറാക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് 6 മണി ഉദയ സമയം വെച്ച് ഇങ്ങനെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. രാഹു, കേതു, ഗുളിക, യമകണ്ഠകാലം ഇങ്ങനെയുള്ള സമയമൊക്കെ 6 മണി, ഉദയം 6 മണിക്ക് എന്നുള്ള കണക്കിലാണ്. അപ്പോൾ ഉദയം മാറുന്നതനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഇപ്പോൾ ആ ഉദയ സമയം 6:38 അപ്പോൾ രാഹു തുടങ്ങുന്നത് 3:38 മുതൽ ആരംഭിച്ചിട്ട് 5:08 വരെ ഉണ്ട് രാഹു. 3 മുതൽ 4 വരെ എന്നുള്ള കണക്ക് ഇപ്പോഴത്തെ ഉദയ സമയപ്രകാരം ശരിയാകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ 1:30 മുതൽ 3 മണി വരെയുള്ള ശുഭസമയം അത് മാറും. അത് മാറിയിട്ട് പിന്നെ
2 മണി 8 മിനിറ്റ് മുതൽ 3 മണി 38 മിനിറ്റ് വരെയുള്ള ശുഭസമയമാകും. 3 മണി 38 മിനിറ്റ് മുതൽ 5 മണി 8 മിനിറ്റ് വരെയുള്ള സമയമാണ് രാഹുവിൻ്റെ സമയം. അത് പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി, ശുഭസമയം നോക്കി, രാഹുവിൻ്റെ സമയമല്ല, ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവുമെന്ന് ജ്യോതിഷം പറയുന്നു. അങ്ങനെയൊക്കെ ശുഭസമയം നോക്കിയാണ് ഞാനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നത്. സത്യം തന്നെയാണ്. അതും പ്രിയപ്പെട്ടവർ അതിനെ അംഗീകരിച്ച് അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ അടുത്ത വിഷയം പറയുന്നത് ധനപരമായ നേട്ടത്തെക്കുറിച്ചാണ്. പൂരാട നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായ നേട്ടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പൂരാട നക്ഷത്രപ്രകാരം പൂരാടം, അനിഴം, ചിത്തിര, പൂരം, പൂയം, മകയിരം, ഭരണി, ഉത്രട്ടാതി, അവിട്ടം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇനി 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്തൊരു സാഹചര്യം വന്നാൽ പോലും ആരോടെങ്കിലും ചോദിച്ചാലും ധനം കിട്ടും. പലരും ചോദിച്ചു നടന്നിട്ടും കിട്ടാത്തവരുണ്ട്. എത്ര പേരോട് ചോദിച്ചിട്ടും ആരും അനുകൂലമായി പ്രവർത്തിക്കാത്ത ഒരുപാട് ജാതകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമൊന്നും വരാതെ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവർ മനസ്സറിഞ്ഞ് സഹായിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം പൂരാടം, അനിഴം, ചിത്തിര, പൂരം, പൂയം, മകയിരം, ഭരണി, അതുപോലെ തന്നെ ഉത്രട്ടാതി, അവിട്ടം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകത നക്ഷത്രഫലം ഞാൻ വേറെ പറയുന്നുണ്ട്, വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്കിലും ഓരോ ദിവസവും ജ്യോതിഷപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്, അതായത് പ്രത്യേകതകളെക്കുറിച്ചാണ്. ഓരോ ദിവസവും തിഥി, ഉദയ സമയം, അസ്തമയ സമയം, അനുകൂലമാണോ പ്രതികൂലമാണോ, ധനം വന്നു ചേരുന്ന കാര്യം, സംഖ്യാശാസ്ത്രം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം അറിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ്. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് ഞാൻ മൂകാംബികയും ഗുരുവായൂരും ഒക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ യാത്രയിലായിരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാനത് പറ്റിയില്ല. ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നക്ഷത്രഫലം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ചെയ്തു പോകും. പ്രിയപ്പെട്ടവർ മുടങ്ങാതെ കാണുക. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദിക്കുന്നു. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.